മോണ്ടുകുരങ്ങിന്റെ കരിനാക്ക്. ഒരു ദിവസം ലംബിക്കരടി മാന്ത്രിക മരത്തെ കാണാനായി കറുത്ത കുന്നിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവൻ മോണ്ടുകുരങ്ങിനെ കണ്ടുമുട്ടി. അവനും കരടിയുടെ ഒപ്പം കൂടി. രണ്ടുപേരും മാന്ത്രിക മരത്തിന്റെ അടുത്തെത്തി. അവരെ കണ്ടതും മരത്തിന് വലിയ സന്തോഷമായി. മൂന്നുപേരും സംഭാഷണം തുടങ്ങി. ഏയ് മാന്ത്രിക മരമേ, നിന്റെ ദേഹത്ത് എന്തുമാത്രം പഴങ്ങളാണ്! എല്ലാം നല്ല ചുവന്ന് പഴുത്തു നിൽക്കുന്നു. പക്ഷെ ഒരെണ്ണം മാത്രം കറുത്ത നിറത്തിലാണല്ലോ. ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടേ ഇല്ല. അയ്യോ, കറുത്ത ആപ്പിൾ മുളച്ചോ? നീ അത് പറഞ്ഞത് വളരെ നന്നായി. ആരെങ്കിലും അത് കഴിച്ചാൽ വലിയ കുഴപ്പമായേനെ. ആ, കുഴപ്പമോ? എന്തു കുഴപ്പം? അത് ശാപം കിട്ടിയ കറുത്ത ആപ്പിളാണ്. ഇതെന്റെ ശരീരത്തിൽ 5 വർഷത്തിലൊരിക്കലാണ് ഉണ്ടാകുന്നത്. ആരെങ്കിലും ഇത് കഴിക്കുകയാണെങ്കിൽ അയാളുടെ നാവ് കരിനാക്കായി മാറും. അതാണ് ഇതിന്റെ കുഴപ്പം. പിന്നീട് അയാൾ ആ നാവ് കൊണ്ട് മോശമായി എന്തു പറഞ്ഞാലും അത് സത്യമായി മാറും. അപ്പോ ഇത് വലിയ അപകടം പിടിച്ച സാധനമാണല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ പഴം പറിച്ചെടുക്ക്, എന്നിട്ട് അതിനെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞേക്ക്. അത് കേട്ടത് മോണ്ടുകുരങ്ങൻ വേഗം മാന്ത്രിക മരത്തിലേക്ക് വലിഞ്ഞു കയറി ആ കറുത്ത ആപ്പിൾ പറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി. അയ്യോ മോണ്ടു, അത് കഴിക്കല്ലേ. ഞാനിത് തിന്നുക തന്നെ ചെയ്യും. കാട്ടിലെ മൃഗങ്ങളെ പേടിപ്പിക്കാൻ ഇതിലും നല്ല മാർഗം വേറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ ആപ്പിൾ 2-3 ബൈറ്റ് കൊണ്ട് തിന്നു തീർത്തു. അവന്റെ നാവ് തീർത്തും കരിനാക്കായി മാറി. വലിയ സന്തോഷത്തോടെ അവൻ തിരികെ കാട്ടിലേക്ക് പോയി. ഏയ് ബഗീര, നീ എന്തിനാ ഈ മാംസം നായ തിന്നുന്നത് പോലെ തിന്നുന്നത്? നിനക്കെന്താ എവിടെയെങ്കിലും പോകുവാനുള്ള തിരക്കുണ്ടോ? നീ എന്ത് തോന്നിയാസാണ് പറയുന്നത്? നിന്റെ ആദ്യത്തെയും അവസാനത്തെയും തെറ്റാണെന്ന് വിചാരിച്ച് നിന്നെ ഞാൻ തൽക്കാലം വെറുതെ വിടുന്നു. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഞാൻ പറയുന്നത് അനുസരിക്ക് ബഗീര. നീ ഇങ്ങനെ കഴിച്ചാൽ നിന്റെ പല്ലിൽ ആ മാംസം കുരുങ്ങിപ്പോകും. പിന്നെ നിനക്ക് ഇതിൽ നിന്ന് ഒരു ബൈറ്റ് പോലും കഴിക്കാൻ പറ്റില്ല. അത് കേട്ടതും ബഗീരയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൻ ഇറച്ചി കടിച്ചെടുത്ത് ചവയ്ക്കാൻ തുടങ്ങിയതും അതിന്റെ എല്ല് വായ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അവൻ പഠിച്ച പണി 18 നോക്കി. പക്ഷേ അവനെ കൊണ്ടത് സാധിച്ചതേയില്ല. മോണ്ടു, നീ ഈ ചെയ്തത് ഒട്ടും ശരിയല്ല. അവൻ വലിയ കഷ്ടത്തിലാണായത്. അതവൻ എന്നെ ഭീഷണിപ്പെടുത്തി മുൻപ് ആലോചിക്കണമായിരുന്നു. എന്നാൽ ഇനിയെങ്കിലും നിനക്ക് അവനെ വെറുതെ വിട്ടുകൂടെ? എന്റെ നാവ് കരുനാക്കായി കഴിഞ്ഞല്ലോ. അതിനർത്ഥം ഞാൻ മോശമായി എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുമെന്നാണ്. പക്ഷെ ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞാൽ അയാൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അത്രയും പറഞ്ഞിട്ട് മോണ്ടുകുരങ്ങൻ അവിടെ നിന്നും പോയി. വഴിയിൽ വെച്ച് ചോട്ടുമാനും ലംബുമാനും ഒരുമിച്ച് വരുന്നത് അവൻ കണ്ടു. നിങ്ങൾ എന്തിനാ സദാസമയവും ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നടക്കുന്നത്? ഞങ്ങൾ വെറുതെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ആ, എവിടെ പോകുന്നു കരൺ അർജുൻ ജോഡി? ഞങ്ങൾ രണ്ടാളും അത്രയ്ക്ക് വലിയ കൂട്ടുകാരാണ്. അതുകൊണ്ട് എപ്പോഴും ഒരുമിച്ച് നടക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണല്ലേ? എന്നാൽ ഞാൻ നിങ്ങളുടെ കൂട്ടുകെട്ട് കുറച്ചുകൂടി ഉറപ്പിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരുടെയും വാലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിക്കെട്ടട്ടെ. മോണ്ടു ഇത് പറഞ്ഞു തീർന്നതും രണ്ടാളുടെയും വാലുകൾ പരസ്പരം ഒട്ടിച്ചേർന്നു. അവർക്ക് വല്ലാതെ വേദനിച്ചു. അയ്യോ ചോട്ടു, ഇതെന്താ പറ്റിയത്? നീ എന്റെ വാലിനെ വിട്ടുതാ. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ വാൽ തനിയെ നിന്റെ വാലിനോട് ചേർന്നതാണ്. നല്ല രസമുണ്ട്. മോണ്ടുകുരങ്ങിന്റെ നാവ് കരിനാക്കായ കാര്യം കാട്ടിൽ തീ പോലെ പടർന്നു. അവൻ എന്ത് മോശം പറഞ്ഞാലും അത് സത്യമായി തീർന്നു. എല്ലാവരും അവനെ ഭയക്കാൻ തുടങ്ങി. മാത്രവുമല്ല, അവൻ പറയുന്നതെല്ലാം എല്ലാവരും സമ്മതിച്ചു കൊടുക്കേണ്ടിയും വന്നു. ഒരു ദിവസം മൃഗങ്ങളെല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് കൂടി. ലംബിക്കരടി എല്ലാവരോടുമായി ഒരു ഉപായം പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് കുളത്തിന്റെ കരയിൽ ഒരു കളി കളിക്കാൻ തുടങ്ങി. ലംബിക്കരടി കുറച്ച് ചീട്ടുകൾ നറുക്കിട്ടു. ഞാൻ കളിക്കാം ആദ്യം. ആന അതിൽ നിന്നൊരു ചീട്ടെടുത്ത് വായിച്ചു തുടങ്ങി. ഞാൻ എന്റെ പുറംകാലിൽ നിന്ന് എല്ലാവരെയും ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കും. താൻ ആള് കൊള്ളാമല്ലോ. എന്നാ പിന്നെ വേഗം ഈ ടാസ്ക് ചെയ്ത് കാണിക്കാം. അത് കേട്ടതും ആന തന്റെ പുറം കാലുകളിൽ നിന്നു. എന്നിട്ട് ആ 2 കാലുകളും ഊന്നി ശരീരം കറക്കി കാണിക്കാൻ തുടങ്ങി. എല്ലാവരും കൈയടിച്ചു. അതെ, ഇവിടെ എന്താ നടക്കുന്നത്? ഞങ്ങൾ ഒരു ഗെയിം കളിക്കുകയാണ് മോണ്ടു ഏമാനെ. എന്ത് ഗെയിം? ഈ ഗെയിമിൽ കുറച്ച് ചീട്ടുകളുണ്ട്. ചീട്ടുകളിൽ ഏതെങ്കിലും ടാസ്ക് ചെയ്യാൻ എഴുതിയിട്ടുണ്ടാവും. അവനവന്റെ ഊഴമെത്തുമ്പോൾ ഓരോരുത്തരും വന്ന് ചീട്ടെടുക്കണം. ചീട്ടിൽ എഴുതിയിരിക്കുന്ന ടാസ്ക് ചെയ്ത് കാണിക്കുകയും വേണം. അതെയോ? എന്നാൽ എനിക്കും ഈ ഗെയിം കളിക്കണം. വരൂ. ചീട്ടിൽ ഏത് ടാസ്ക് ആണോ എഴുതിയിരിക്കുന്നത് അത് നീ തീർച്ചയായും ചെയ്തിരിക്കണം.
ആ റൂളൊക്കെ നിങ്ങൾക്ക് മാത്രമാണ്. ഞാൻ ആദ്യം ടാസ്ക് എന്താണെന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയാൽ മാത്രം ഞാനത് ചെയ്യും. ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അത് ചെയ്ത് കാണിക്കേണ്ടി വരും. അക്കാര്യം എല്ലാവർക്കും തെറ്റായി തോന്നി. എന്നിട്ട് പോലും അവന്റെ കരിനാക്കിനെ കുറിച്ചോർത്ത് ആരും ഒന്നും മിണ്ടിയില്ല. ശരി ശരി, ഞാനിതാ ചീട്ടിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലെമ്പിക്കരടി ചീട്ടുകൾ നറുക്കിട്ടു. ചീട്ട് ഞാൻ എടുക്കാം. മോണ്ടുകുരങ്ങൻ ഒരു ചീട്ടെടുത്തു. എന്നിട്ട് അത് തുറന്നു വായിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ നടന്നുപോയി കുളത്തിലിറങ്ങി വായ നിറയെ വെള്ളമെടുത്ത് കുടിക്കും. അപ്പോൾ എന്റെ നാവിൽ നിന്ന് കറുപ്പ് നിറം മാഞ്ഞു പോകും. അതിനുശേഷം രഞ്ജു കാണ്ടാമൃഗം അതിന്റെ കൊമ്പ് കൊണ്ട് എന്നെ കോരിയെറിയും. അങ്ങനെ എറിഞ്ഞു കഴിയുമ്പോൾ തേനീച്ചക്കൂട്ടം എന്റെ പുറകെ വരുന്നതാണ്. അവ എന്നെ കുത്തുവാനും തുടങ്ങും. ഇത്രയും വായിച്ചു കഴിഞ്ഞിട്ട് അവൻ എല്ലാ മൃഗങ്ങളെയും ദേഷ്യത്തോടെ നോക്കി. അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങളെയൊക്കെ ഞാൻ... ഇത്രയും പറഞ്ഞിട്ട് അവൻ കുളത്തിന്റെ നേരെ നടന്നു നീങ്ങി. കുളത്തിൽ ഇറങ്ങി അവൻ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു. അപ്പോഴേക്കും അവന്റെ നാവിൽ നിന്ന് കറുത്ത നിറം മാഞ്ഞു പോയിരുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇപ്പൊ കാണിച്ചു തരാൻ ഞാൻ. നിങ്ങളുടെയൊക്കെ ദേഹത്ത് ഇപ്പോ വല്ലാത്ത വേദന ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും എന്നോട് വന്ന് മാപ്പ് പറഞ്ഞ് എന്റെ കാല് പിടിക്കും. നിന്റെ നാക്കിലെ കറുപ്പൊക്കെ ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഇനി നീ പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്ത്? അന്നേരം മോണ്ടുകുരങ്ങനെ മനസ്സിലായി തനിക്ക് അബദ്ധം പറ്റിയ കാര്യം. തൊട്ടടുത്ത നിമിഷം രഞ്ജു കാണ്ടാമൃഗം തന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് അവൻ കണ്ടു. അയ്യോ വേണ്ട! രഞ്ജു തന്റെ കൊമ്പുകൊണ്ട് മോണ്ടുവിനെ കുത്തിയെറിഞ്ഞതും അവൻ വായുവിൽ ഉയർന്നു പൊങ്ങി അടുത്തുള്ള മരത്തിൽ തട്ടി താഴെ വീണു. ആ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ചക്കൂട്ടം കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് മോണ്ടുവിനെ കുത്താൻ തുടങ്ങി. അയ്യോ രക്ഷിക്കൂ, നിങ്ങളൊക്കെ എന്നെ ചതിച്ചു. അയ്യോ! അത്രയും പറഞ്ഞ് അവൻ വേഗം ഓടാൻ തുടങ്ങി. തേനീച്ചക്കൂട്ടം അവന്റെ പുറകെ പാഞ്ഞു. രക്ഷിക്കണേ, രക്ഷിക്കണേ! ഇത് കണ്ട് മൃഗങ്ങളെല്ലാം സന്തോഷിച്ചു. മോണ്ടുകുരങ്ങിന്റെ കരിനാക്കിൽ നിന്ന് അവർക്കെല്ലാം മോചനം ലഭിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന്.